ചേർത്തല പള്ളിപ്പുറത്ത് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതിക്കായി ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ നൽകി. കഴിഞ്ഞ ദിവസമാണ് പ്രതി സെബാസ്റ്റ്യനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. DNA പരിശോധനാ ഫലം വന്നതിനു ശേഷമേ ശരീരഭാഗങ്ങൾ ആരുടേതാണെന്ന് വ്യക്തമാകൂ. മൃതദേഹാവശിഷ്ടങ്ങൾ ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജെയിനമ്മയുടേത് തന്നെയാണെന്ന സംശയത്തിലാണ് ക്രൈംബ്രാഞ്ച്. രണ്ടു സ്ത്രീകളെ കാണാതായ കേസുകളിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജൈനമ്മയുടേത് തന്നെയാണെന്ന സംശയത്തിലാണ് ക്രൈംബ്രാഞ്ച്. സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കാണാതായ ജൈനമ്മ കൊല്ലപ്പെട്ടെന്ന സൂചന കിട്ടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച രാത്രി കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഡിസംബർ 23 ജൈനമ്മയെ കാണാതായത്. ധ്യാന കേന്ദ്രത്തിൽ പോയെന്നാണ് വീട്ടുകാർ കരുതിയത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരികെ എത്താതെ വന്നതോടെയാണ് സഹോദരങ്ങൾ പരാതി കൊടുത്തത്. ജൈനമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു. സെബാസ്റ്റ്യന്റെയും ജൈനമ്മയുടെയും മൊബൈൽ ലൊക്കേഷനുകൾ വിവിധ സ്ഥലങ്ങളിൽ ഒന്നിച്ചു വന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ജൈനമ്മയുടെ ഫോൺ പിടിയിലായ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. എന്നാൽ ഈ ഫോൺ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. റിമാൻഡ് ചെയ്ത സെബാസ്റ്റ്യനെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ പുതുതായി ഗ്രാനൈറ്റ് പാകിയ മുറി കുഴിച്ചു പരിശോധിക്കാനും അന്വേഷണ സംഘം അനുമതി തേടും. DNA പരിശോധനാ ഫലം വന്നതിനു ശേഷമേ കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന് വ്യക്തമാവൂ. ജൈനമ്മയുടെ സഹോദരങ്ങളായ സാവിയോ മാണിയുടെയും ആൻസിയുടെയും രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭൻ എന്ന വീട്ടമ്മയെ കാണാതായ സംഭവത്തിലും പ്രതിയാണ് സെബാസ്റ്റ്യൻ. ഒരു കാലത്ത് വസ്തു ഇടപാടുകളിലൂടെ സമ്പന്നനായ സെബാസ്റ്റ്യൻ നാട്ടുകാരുമായി വലിയ സഹകരണത്തിലായിരുന്നു. 2017 ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ പിടിയിലാകുകയും കുടുങ്ങുകയും ചെയ്തതോടെയാണ് ഇയാൾ നാടിന്റെ സംശയ നിഴലിലായത്. ദിവസം മുൻപാണ് ജൈനമ്മയെ കാണാനില്ലെന്ന കേസിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനയിലായിരുന്നു കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കാണാതായ ബിന്ദു പത്മനാഭന്റെ അവശിഷ്ടങ്ങളാണെന്നായിരുന്നു നാട്ടുകാർ ആദ്യം ധരിച്ചത്. പിന്നീടാണ് ജൈനമ്മ എന്ന സ്ത്രീയെ കാണാതായ സംഭവത്തിലായിരുന്നു പരിശോധനയെന്നറിഞ്ഞത്. ബിന്ദു എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള യാതൊരു വിവരങ്ങളും ഇതുവരെ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല. ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പക്ഷെ ബിന്ദുവിൻ്റെ പേരിലുള്ള ഭൂമി സെബാസ്റ്റ്യൻ വ്യാജ രേഖകൾ ചമച്ച് കൈമാറ്റം ചെയ്തിട്ടുള്ള രേഖകളെല്ലാം അന്വേഷണത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബിന്ദുവിനെ പറ്റിയുള്ള യാതൊരു അറിവുമില്ല. പക്ഷെ ഇത്തരത്തിലൊരു ശരീരാവശിഷ്ടം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അതിനും കൂടിയൊക്കെ പരിഹാരം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് സെബാസ്റ്റ്യനെതിരെ ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് മലയാളം, കോട്ടയം.